ചിത്രകാരൻ റോയ് കാരാത്രയുടെ കഥാസമാഹാരം രാഘവന്റെ പുഴ പ്രകാശനം ചെയ്തു. എഴുത്തുകാരി ഷീല ടോമിയാണ് പ്രകാശനം നിർവഹിച്ചത്. ചിത്രകാരനും മലയാള മനോരമ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുമായ റോയ് കാരാത്രയുടെ കഥാസമാഹാരം രാഘവന്റെ പുഴ പ്രകാശനം ചെയ്തു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ എഴുത്തുകാരി ഷീല ടോമിയാണ് പ്രകാശനം നിർവഹിച്ചത്. ചവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോൺ മണ്ണാത്തറ പുസ്തകം ഏറ്റുവാങ്ങി. മേന്മയും ലാളിത്യവും കാത്തുസൂക്ഷിക്കേണ്ടത് എഴുത്തുകാരന്റെ കടമയാണെന്നും നല്ലതിനു മാത്രമേ നിലനിൽപ്പുള്ളൂവെന്നും ഷീല ടോമി പറഞ്ഞു. വളരെ നിർമ്മലമായ ഒരു പുഴയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാവുക. വളരെ എന്താ പറയാ, മഹത്തായ കഥകൾ എന്നും പ്രോത്സാഹ പറഞ്ഞ പോലെ ഞാൻ ഇതിനെപ്പറ്റി പറയില്ല. പക്ഷെ വളരെ ശാന്തമായ, ഒഴുക്കില്ലാത്ത നിർമ്മലമായ ഒരു പുഴയിലൂടെ നമ്മൾ അക്കരെ കിടക്കുന്ന ഒരു പ്രതീതിയാണ് ഇതിന്റെ കഥകളെല്ലാം നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ആദ്യത്തെ കഥ തന്നെ രാഘവന്റെ പുഴ എന്ന ഈ ടൈറ്റിലിൻ്റെ എന്നുള്ള കഥ. അത് നമ്മൾ അതിൻ്റെ ഒരു ചിത്രകാരനായതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മളത് ഒരു ദൃശ്യപരത വളരെ നമുക്കത് നേരിട്ട് ദർശിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിലെ അതിൻ്റെ വിവരണങ്ങൾ വ്യാഖ്യാനം ഒക്കെ പോയിരിക്കുന്നത്. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ചിത്രകാരനും കവിയുമായ പോൾ കല്ലാനോട് അധ്യക്ഷത വഹിച്ചു. ആർട്ടിസ്റ്റ് മദനൻ, മലയാള മനോരമ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ, കഥാകൃത്തും പ്രസാധകനുമായ സുദീപ് തെക്കേപ്പാട്ട് എന്നിവർ സംസാരിച്ചു. സാഹിത്യ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. കാലിക്കറ്റ് ബുക്ക് ക്ലബ് സെക്രട്ടറി ഡോക്ടർ സണ്ണി എന്നും, ട്രഷറർ വിൽസൺ സാമുവൽ, എഴുത്തുകൂട്ടം ജില്ലാ സെക്രട്ടറി ബിജു വി രാഘവ്, ഹരീന്ദ്രനാഥ് AS, റോയ് കാരാത്ര തുടങ്ങിയവർ സംബന്ധിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.